അവതാര പിറവികളുടെ മുഴുവൻ രൗദ്രഭാവം ആവാഹിച്ച ഈ മൂർത്തിക്ക് ഇപ്പൊ പേര് നരസിംഹ എന്നാണ്. ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഞാൻ സഫ്വാൻ. അപ്പം എൻ്റെ ക്രൗൺ ട്രാൻസ്പ്ലാന്റ് കഴിഞ്ഞിട്ട് ഒരു വർഷം തഞ്ഞിക്കണ്ടോ. അതാണ് നമ്മൾ ഇൻട്രോയിൽ കണ്ടത്, നല്ല സെറ്റപ്പിൽ വന്നതൊക്കെ. ഏതായാലും അതിനെ പറ്റിയാണ് ഞാൻ സംസാരിക്കാൻ പോകുന്നത്. ക്രൗൺ ട്രാൻസ്പ്ലാന്റ് ചെയ്യുമ്പോൾ എന്തൊക്കെ ശ്രദ്ധിക്കണം, അതുപോലെ തന്നെ ക്രൗൺ റിസൾട്ട് കാര്യങ്ങളൊക്കെയാണ് നോക്കണേ. വീഡിയോയിലേക്ക് കിടക്കാം. നിങ്ങൾ ഈ ഒരു ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോ അതേ സമയം കാണുന്നതിന് വേണ്ടി തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്യാം. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ഒരു വർഷം മുമ്പ്, അതായത് കഴിഞ്ഞ 5-ാം തീയതിക്ക് ഒരു വർഷം കഴിഞ്ഞിട്ടാണ് ഞാൻ ട്രാൻസ്പ്ലാന്റേഷൻ ചെയ്തിട്ട് എൻ്റെ ക്രൗൺ കേട്ടോ. അതിന് മുമ്പ് ഒരു 3 വർഷം 1 മാസം മുമ്പ് ഞാൻ എൻ്റെ ഫ്രണ്ട് ട്രാൻസ്പ്ലാന്റ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ വീഡിയോസ് ഞാൻ ഇങ്ങനെ അപ്ലോഡ് ചെയ്ത് പോകുന്നുണ്ട്. അതിൻ്റെ കൂടെയാണ് ക്രൗൺ പറയല്. ഇന്ന് നമ്മൾ ക്രൗൺ മാത്രം സംസാരിക്കാൻ പോകണം. ഓഗസ്റ്റ് 5, 2025 ഞാൻ എൻ്റെ ക്രൗൺ ട്രാൻസ്പ്ലാന്റ് ചെയ്യുന്നത്. അതിൻ്റെ കാരണം എന്താ വെച്ചാൽ, എൻ്റെ ഫ്രണ്ട് ട്രാൻസ്പ്ലാന്റേഷൻ ചെയ്യുന്ന സമയത്ത് എനിക്ക് ക്രൗൺ അത്യാവശ്യം ഉണ്ടായിരുന്നു. പിന്നെ അത് ഫില്ലായി വരുമ്പോൾ, ഫ്രണ്ട് നമുക്ക് നല്ലോണം ഫില്ലായി വരുമ്പോൾ എന്ത് ചെയ്യും, ക്രൗൺ കുറവുള്ള ഒരു ഫീൽ ഇങ്ങനെ വന്നു. അതെന്താ വെച്ചാൽ, ഓൾറെഡി എല്ലാം ഒരേ ലെവലാണ് ഉണ്ടായിരുന്നത്. പക്ഷേ ഫ്രണ്ട് നല്ല ഫില്ലായപ്പോൾ ക്രൗൺ കുറവുള്ള പോലെ ഫീൽ വന്നു. അതല്ലാതെ ഞാനൊരു ലഡാക്ക് ട്രിപ്പ് നടത്തിന്, ഒരു 2 മാസം 50 ദിവസം എടുക്കുന്ന ട്രിപ്പ്. അതിൽ ഫുൾ ടൈം ഞാൻ ഹെൽമെറ്റ് യൂസ് ചെയ്യുന്നതുകൊണ്ട് തന്നെ എനിക്ക് മുടി കൊഴിച്ചിൽ നന്നായിട്ട് തുടങ്ങി. അത് കഴിഞ്ഞിട്ട് ഞാൻ കുറച്ച് 2-3 GFC ഒക്കെ അടുപ്പിച്ചെടുത്തപ്പോൾ മുടി കൊഴിച്ചിൽ നിന്നു. പക്ഷേ ആ ടൈം കൊണ്ട് തന്നെ എന്താ, ക്രൗൺ കുറച്ചും കൂടി വിസിബിളായി വന്നു. അപ്പോൾ ഡോക്ടറെ കണ്ടപ്പോഴാണ് എന്നോട് പറഞ്ഞത്, ക്രൗൺ കൂടി നമുക്ക് ട്രാൻസ്പ്ലാന്റ് ചെയ്യാം. എൻ്റെ പിൻഭാഗത്ത് നിന്ന് തന്നെ നമുക്ക് ഒരു 1500 ഗ്രാഫ്റ്റ് എടുക്കാൻ കഴിയുന്നു. ഫസ്റ്റ് സെറ്റ് ഞാൻ ചെയ്ത സമയത്ത്, അതായത് ഫ്രണ്ട് ചെയ്ത സമയത്ത് 4000 ഗ്രാഫ്റ്റാണ് ചെയ്തത്. അതിൽ ഏകദേശം ഒരു 800-900 ഗ്രാഫ്റ്റിൻ്റെ താടിയിൽ ബാക്കി എൻ്റെ 2 സൈഡിൽ നിന്നും ബാക്കിൽ നിന്നുമായിട്ട് എടുത്തത്. അപ്പോൾ ഞാൻ ചോദിച്ചിരുന്നു, എനിക്ക് ഇനി ക്രൗൺ ബാക്കി സ്ഥലങ്ങൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഗ്രാഫ്റ്റ് ഉണ്ടാവുമെന്ന്. അന്നവർ പറഞ്ഞിരുന്നു ഗ്രാഫ്റ്റ് നിലനിർത്തിയിട്ട് തന്നെയാണ് ഫ്രണ്ട് ട്രാൻസ്പ്ലാന്റ് ചെയ്തത്. ഇപ്പോൾ ക്രൗൺ ട്രാൻസ്പ്ലാന്റ് ചെയ്തപ്പോഴും നമുക്ക് ബാക്കിൽ നിന്ന് എടുക്കാൻ പറ്റി. 1500 ഗ്രാഫ്റ്റ് എനിക്ക് ക്രൗൺ ട്രാൻസ്പ്ലാന്റ് ചെയ്യാൻ വേണ്ടി ബാക്കിൽ നിന്ന് എടുക്കാൻ പറ്റി. ഇതുകൊണ്ടുള്ള ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, ഞാൻ ഫസ്റ്റ് ട്രാൻസ്പ്ലാന്റ് ചെയ്ത സമയത്ത് നമുക്ക് ഡ്രിമ്മർ ഒരു 3-ലെട്ട് ചെയ്താലും മുടി വിസിബിൾ ആവില്ലായിരുന്നു, ഈ ഗ്യാപ്പുകളൊന്നും. ഇപ്പോൾ അതൊരു 4-ലേക്ക് മാറ്റണം. കാരണം കുറച്ചുകൂടി ഗ്യാപ്പ് ബാക്കിൽ വന്നിട്ടുണ്ട്. എന്നാലും അത്ര വലിയ വിസിബിലിറ്റി ഒന്നും ഇല്ല. നമുക്ക് 4-ലെട്ട് ക്രോപ്പ് ചെയ്ത് ചെയ്യാം. ക്രോപ്പ് ചെയ്യാത്തവർക്കാണെങ്കിൽ തീരെ മനസ്സിലാവില്ല കേട്ടോ. പടർന്ന് വരുമ്പോൾ നല്ല വൃത്തിയായിട്ട് നിൽക്കുന്നുണ്ട്. അപ്പോൾ 1 ഇയറിനുള്ളിൽ സംഭവിച്ച കാര്യങ്ങൾ പറയുകയാണെങ്കിൽ, നമ്മളെ ഫ്രണ്ട് ഒരു പ്രശ്നമുണ്ട്. അതും പിന്നെ 1ാമത്തെ തവണയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ ഡെയിലി ഇതിലേക്ക് ഇങ്ങനെ അപ്ഡേറ്റ് നോക്കിക്കൊണ്ടിരിക്കും. കാരണം നമ്മൾ കണ്ണാടിയിൽ നോക്കുമ്പോൾ നേരെ കാണാൻ നമ്മളെ ഫ്രണ്ട് ആണല്ലോ. ക്രൗൺ അങ്ങനെ കാണുമൊന്നുമില്ല. അപ്പോൾ ഡെയിലി നോക്കി TV വാർന്ന് അങ്ങനെ 1 മാസമാവുന്നു, കൊയ്യിൽ തുടങ്ങുന്നു, ഷെഡിങ് ടൈം കഴിഞ്ഞ് 3 മാസമായി, റിസൾട്ട് വരുന്നു. വല്ല ഓരോരുത്തർ കോൺടാക്ട് ചെയ്യുമ്പോഴും പറയും 3 മാസമായി അല്ലെങ്കിൽ 4 മാസമായി, ഇതുവരെ എൻ്റെ ഷെഡിങ് നിന്നിട്ടില്ല, അതായില്ല എന്നുള്ളത്. പക്ഷേ ക്രൗൺ കാര്യത്തിൽ നമ്മൾ അങ്ങനെ ശ്രദ്ധിക്കൂല. കാരണം അത് ബാക്കിലാണ്, നമുക്ക് അത്ര വിസിബിൾ അല്ല. അതുകൊണ്ട് നമ്മൾ അത്ര ഒരു കെയറിങ്ങും കൊടുക്കൂല. അത് എങ്ങനെയാണ്, വളരുണ്ടോ നോക്കുന്നുണ്ടോ എന്നുള്ളതൊന്നും. പക്ഷെ ഞാനിങ്ങനെ അപ്ഡേറ്റ് മാസം തരുന്നതുകൊണ്ട് തന്നെ വീഡിയോസ് എടുക്കുന്ന സമയത്ത് മാത്രമേ ഞാനും അതിൽ ശ്രദ്ധിക്കാറുള്ളൂ, അല്ലാതെ അങ്ങനെ ശ്രദ്ധിക്കില്ല. അപ്പോൾ അപ്ഡേറ്റ് നോക്കുകയാണെങ്കിൽ ഇതാ എൻ്റെ ക്രൗൺ റിസൾട്ട് ഞാൻ കാണിച്ചു തരാം. 1 വർഷമായപ്പോട്ടോ ചെയ്യുന്ന സമയത്ത് ഇതാ അത്രയും വിസിബിൾ ആയിട്ടുണ്ടായിരുന്ന എൻ്റെ ക്രൗൺ ഇപ്പോൾ ട്രാൻസ്പ്ലാന്റേഷൻ കഴിഞ്ഞ് 1 വർഷം തികയുമ്പോൾ ഇത്രത്തോളം ഫില്ലായിട്ടുണ്ട്. ശരിക്കും ഇതല്ല ഇതിൻ്റെ റിസൾട്ട്. നമ്മൾ ഫ്രണ്ട് ചെയ്യുന്ന സമയത്ത് ഡോക്ടേഴ്സ് പറയാറുണ്ട് 1 വർഷം കൊണ്ട് നമുക്ക് ഫുൾ റിസൾട്ട് വരുന്നുള്ളത്. എന്നാൽ ക്രൗൺ അങ്ങനെയല്ല. ക്രൗൺ ഏരിയയിലേക്കുള്ള രക്തോട്ടത്തിൻ്റെ കുറവും ഒക്കെ കാരണം അവിടെ റിസൾട്ടിനും കുറച്ച് സമയം എടുക്കും. അതുപോലെ തന്നെ നമ്മൾ 1500 ഗ്രാഫ്റ്റ് വെച്ചാൽ 1500 ഫില്ല് ആയിക്കോണമെന്നില്ല. കുറച്ച് ഗ്രാഫ്റ്റ് ഡെഡ് ആവാനും ചാൻസ് ഉണ്ട്. ഫ്രണ്ട് ഏരിയ അങ്ങനെയല്ല. ഫ്രണ്ട് ഏരിയ 4000 വെച്ചിട്ടുണ്ടെങ്കിൽ 4000 നമുക്ക് വരും. അത് അവിടുത്തെ രക്തോട്ടത്തിൻ്റെ മറ്റും പ്രശ്നം കൊണ്ട് വരുന്നതാണ്. അല്ലാതെ നമ്മൾ ട്രാൻസ്പ്ലാന്റ് ചെയ്യുന്ന ക്ലിനിക്കിൻ്റെ മറ്റു പ്രശ്നങ്ങളല്ല. അത് ചെയ്യുന്ന സമയത്ത് ഇത്രയും തിക്കായിട്ടുണ്ട്. അതുപോലെ നമുക്ക് ചിലപ്പോൾ റിസൾട്ട് ഫുള്ളായിട്ട് വന്നോളന്നില്ല. പിന്നെ GFC കാര്യങ്ങളൊക്കെ എടുക്കുമ്പോൾ എന്താണ്, നമ്മളെ ഓൾറെഡി ഉണ്ടായിരുന്ന കുറഞ്ഞ മുടി കട്ടി കൂടുമ്പോൾ അതിൻ്റെ ഒരു തിക്നെസ് നമുക്ക് ഫീൽ ചെയ്യും കേട്ടോ. അപ്പോൾ റിസൾട്ട് കണ്ടെങ്കിൽ ഇത്രയും തിക്കായിട്ട് ഇപ്പോൾ വന്നിട്ടുണ്ട്. ഇപ്പോൾ നമുക്ക് വെച്ചാൽ മനസ്സിലാവണമെന്നില്ല കേട്ടോ. നല്ല രീതിക്ക് ആ ഒരു ഗ്യാപ്പ് കാര്യങ്ങളൊക്കെ ഫില്ലായിട്ട് തന്നെ എനിക്ക് ക്രൗൺ വന്നിട്ടുണ്ട്. പിന്നെ ക്രൗൺ ട്രാൻസ്പ്ലാന്റ് ചെയ്ത സമയത്ത് എനിക്കുണ്ടായ ബുദ്ധിമുട്ട് എന്താ വെച്ചാൽ, ഫ്രണ്ട് ചെയ്യുമ്പോൾ നമുക്ക് തലക്കണിയിൽ നല്ല വൃത്തിയായിട്ട് കിടക്കാൻ പറ്റും. ക്രൗൺ ചെയ്യുമ്പോൾ ക്രൗൺ ഭാഗം നമ്മൾ തലയണയിൽ വെക്കുമ്പോൾ തലയണയിൽ തട്ടുന്നതുകൊണ്ട് തന്നെ ഈ നെക്ക് ഭാഗത്തേക്ക് നമ്മൾ എന്ത് ചെയ്യണം, തലയണ വെച്ചിട്ട് വേണം ആ ഒരു 1 വീക്ക് റെസ്റ്റ് എടുക്കാൻ. 1 വീക്കിൽ എൻ്റെ കാഴ്ചപ്പാട് ഞാൻ പറയാം, ഒരു 4 ദിവസം ഫുൾ ബെഡ് റെസ്റ്റ് കൊടുക്കുക. എന്നാലും എന്ത് ചെയ്യും, ഈ നീര് വരാതിരിക്കാനാണ്. അല്ലാതെ പെയിനോ കാര്യങ്ങളോ കൊണ്ടൊന്നും അല്ല. നീര് ബാക്കിലൂടെ ഇറങ്ങിപ്പോയിക്കോളും. അത് കഴിഞ്ഞ് നമുക്ക് അത്ര ബെഡ് റെസ്റ്റിൻ്റെ ആവശ്യമൊന്നുമില്ല. വീട്ടിലെ നോർമൽ കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റും. ഇത്രയാണ് ക്രൗൺ ഫസ്റ്റ് ദിവസങ്ങൾ. പിന്നെ ഹെഡ് വാഷ് അറിയാമല്ലോ. ഹെഡ് വാഷ് സാധാരണ നമ്മളെ ഫ്രണ്ട് പോർഷൻ ചെയ്ത പോലെ തന്നെ ക്രൗൺ ചെയ്യുക. ഷാമ്പു വെള്ളത്തിൽ ലയിപ്പിച്ചിട്ട് നമുക്ക്
ക്രൗൺ ഏരിയയും വാഷ് ചെയ്ത് കഴിഞ്ഞാൽ ഇതേപോലെ ഷെഡിങ് ആവും. ഷെഡിങ്ങും കാര്യങ്ങളൊന്നും ഞാൻ പറഞ്ഞ പോലെ ശ്രദ്ധിക്കാത്തതുകൊണ്ട് അങ്ങനെ പെട്ടെന്ന് മനസ്സിലാവുന്നില്ല. അതങ്ങനെ കൊഴിഞ്ഞ് പഴയ പോലെ വന്നോളും. പക്ഷേ 3 മാസം എന്നുള്ളത് ചിലപ്പോൾ 4 മാസമോ അങ്ങനെയൊക്കെ ആയിട്ടായിരിക്കും ഷെഡിങ്ങും കാര്യങ്ങളൊക്കെ കഴിയാം. അത് കഴിഞ്ഞ് പിന്നെ പതുക്കെ റിസൾട്ട് വരാൻ തുടങ്ങും. ഇപ്പോൾ 1 വർഷമായിട്ടുള്ള റിസൾട്ടാണ് ഞാൻ പറഞ്ഞത്. ഇനിയും റിസൾട്ട് വരാണ്ട് ഏകദേശം ഒരു വർഷം 8 മാസം സമയത്തൊക്കെ ആയിരിക്കും ഫുള്ള് റിസൾട്ട് നമുക്ക് വരിക. അപ്പോൾ ഞാൻ ട്രാൻസ്പ്ലാന്റ് ചെയ്ത ക്ലിനിക്കിൽ 10 രൂപ പെർ ഗ്രാഫ്റ്റ് ആണ്. ഞാൻ 3 വർഷം മുമ്പ് എൻ്റെ ഫ്രണ്ട് ഏരിയ ചെയ്തപ്പോഴും 10 രൂപ പെർ ഗ്രാഫ്റ്റ് തന്നെയാണ്. ഇപ്പോൾ 1 വർഷം മുമ്പ് ക്രൗൺ ഏരിയ ചെയ്തപ്പോഴും 10 രൂപ പെർ ഗ്രാഫ്റ്റ് തന്നെയാണ് എനിക്ക് വന്നത്. ഇതിൽ അന്ന് ചെയ്ത സമയത്ത് നീഡിൽ മെത്തേഡ് മാത്രമാണ് കോയമ്പത്തൂർ HNS പറഞ്ഞ ക്ലിനിക്കിൽ ഉണ്ടായിരുന്നത്. ഇപ്പോൾ അവരത് അപ്ഡേറ്റ് ചെയ്തിട്ട് സഫയർ മെത്തേഡ്, ഏറ്റവും പുതിയ മെത്തേഡ് കൊണ്ടുവന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ മാക്സിമം ഗ്യാപ്പ് ഫില്ലാക്കിയിട്ട് നമുക്ക് ട്രാൻസ്പ്ലാന്റേഷൻ ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട്. അതും നല്ലൊരു കാര്യമാണ്. അത്യാവശ്യം നല്ല ഫില്ലായിട്ട് വന്നിട്ടുണ്ട്. ഞാൻ ഫ്രണ്ട് പോർഷൻ ചെയ്യുന്ന സമയത്ത് എനിക്കത് ഇല്ലായിരുന്നു. ഇനിയിപ്പോൾ ചെയ്യുന്ന ആൾക്കാർക്കൊക്കെ ഫ്രണ്ട് എന്നെക്കാട്ടിലും കുറച്ചുകൂടി നല്ല തിക്കായിട്ട് വരും. കാരണം ഈ ഒരു സഫയർ മെത്തേഡാണ്. മെത്തേഡ് അത്യാവശ്യം നല്ല വേദന കുറവും ഉണ്ടാവും, അതുപോലെ തന്നെ നല്ല റിസൾട്ടും ഉള്ള കാര്യമാണ്. മുറിവും തന്നെ പെട്ടെന്ന് ഉണങ്ങും എന്നാണ് ഡോക്ടേഴ്സൊക്കെ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇത്രയൊക്കെയാണ് എൻ്റെ ക്രൗൺ ഏരിയയുടെ 1 ഇയർ റിസൾട്ട്. ഞാൻ അടുത്ത റിസൾട്ട് അടുത്ത മാസങ്ങളൊക്കെ ആയിട്ട് വരും. അപ്പോൾ ഇതിനെക്കുറിച്ചുള്ള ട്രാൻസ്പ്ലാന്റേഷനെ കുറിച്ച് എന്തെങ്കിലും ഡൗട്ട്, അതായത് ടെക്നിക്കൽ പരമായിട്ടുള്ള ഡൗട്ടല്ല, ഇത് ചെയ്തിട്ട് എങ്ങനെയുണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ചോദിക്കണമെന്നുണ്ടെങ്കിൽ ട്രാൻസ്പ്ലാന്റ് ചെയ്ത വ്യക്തി എന്നുള്ളതൊക്കെ എൻ്റെ ഇൻസ്റ്റാഗ്രാം പേജ് അവിടെ കൊടുക്കുന്നുണ്ട്, താഴെ ഡിസ്ക്രിപ്ഷനിലുണ്ട്. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ടാൽ ഇതുകൊണ്ട് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ, നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ചോദിക്കാം, ക്ലിയർ ആക്കാം. ട്രാൻസ്പ്ലാന്റേഷൻ എന്ന സംഭവത്തെ നിങ്ങൾ ഒരിക്കലും പേടിക്കരുത് എന്ന് ഞാൻ വീണ്ടും പറയുകയാണ്. അതൊരു വിഷയമുള്ള കേസേ അല്ല. നമ്മളെ തൊലിൻ്റെ പുറമെ ചെയ്യുന്ന ചെറിയൊരു മുറിയില്ലേ, ആ ഒരു സംഭവമേ ഈ ട്രാൻസ്പ്ലാന്റേഷൻ എന്ന് പറയുന്നുള്ളൂ. അതുകൊണ്ട് യാതൊരു ബുദ്ധിമുട്ടോ ഒന്നും എനിക്കില്ല. ഏകദേശം 3 വർഷം 1 മാസമായി ഞാൻ ട്രാൻസ്പ്ലാന്റ് ചെയ്തിട്ട് ഇതുവരെ എനിക്ക് അതുകൊണ്ടൊരു ബുദ്ധിമുട്ടുണ്ടായിട്ടില്ല. അത്യാവശ്യം നല്ല തിക്കായിട്ട് വന്നിട്ടുണ്ട്. എൻ്റെ ഫസ്റ്റ് ഫോട്ടോ ഞാൻ കാണിച്ചാൽ ട്രാൻസ്പ്ലാന്റ് ചെയ്ത സമയത്ത് ഇത്രയും വിസിബിൾ ആയിരുന്ന എൻ്റെ തലയാണിതാ ഇങ്ങനെ ഇത്രയും തിക്കായിട്ട് വന്നത്. നമുക്ക് ഒരാളടിക്ക് ഇറങ്ങുമ്പോൾ മോശമോ കാര്യങ്ങളൊന്നും ഇല്ലാതെ നമുക്ക് സിമ്പിളായിട്ട് ഇറങ്ങാൻ കഴിയുന്നുണ്ട്. അതാണ് ഇതിൻ്റെ ഒരു കോൺഫിഡൻസ് എന്ന് പറയുന്നത്. അപ്പോൾ അത് പറഞ്ഞുകൊണ്ട് ഇന്നത്തെ വീഡിയോ നിർത്തുന്നു. അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെയും ബൈ. അപ്പോൾ HNS വന്നത് കേട്ടോ. നിങ്ങൾ ഇനിയും ട്രാൻസ്പ്ലാന്റേഷൻ പേടിക്കാൻ നിൽക്കാൻ വേണ്ടി നമ്മൾ അടുത്ത ട്രാൻസ്പ്ലാന്റേഷൻ ചെയ്യാൻ വന്നൊരു വ്യക്തിയെ നമുക്ക് പരിചയപ്പെടുത്താം. നിങ്ങളുടെ പേരെന്താ? എൻ്റെ പേര് സനീഷ്. എവിടുന്ന് വരുന്നത്? ഞാൻ വാഗമൺ, ഇടുക്കി. വാഗമൺ. അപ്പോൾ ഞാനും GFC എടുക്കാൻ വന്നതാണ്. GFC എടുക്കാൻ വന്നപ്പോൾ ഇവിടെ നിന്ന് പരിചയതാണ്. മൂപ്പര് പറഞ്ഞു നിങ്ങൾ വീഡിയോ കണ്ട് വന്നതാന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ചോദിച്ചൊരു വീഡിയോ നമുക്ക് കൊടുക്കല്ലേ, കുഴപ്പമില്ല എന്ന് പറഞ്ഞു. അപ്പോൾ നിങ്ങളിപ്പോൾ ഞാൻ ചെയ്യുന്ന ജോലി എന്ന് പറഞ്ഞാൽ ഞാൻ ഓഫ് റോഡ് ഡ്രൈവറാണ്. വാഗമൺ ടൗണിലാണ്. വാഗമൺ ടൗണിൽ തന്നെ ഓഫ് റോഡ് ജീപ്പ് സഫാരിയാണ് നമ്മുടെ ജോലി. ടൂറിസം മേഖലയിലാണ് വർക്ക് ചെയ്യുന്നത്. പിന്നെ കണ്ടിന്യൂസ് വെയിലൊക്കെ കൊള്ളുന്നത്. പിന്നെ കണ്ടിന്യൂസ് 10-16 വർഷമായിട്ട് ഗ്യാപ്പ് വെച്ചുകൊണ്ട് നടക്കുകയാണ്. ഒരു 14 വർഷത്തിന് മേളിലായി ഞാൻ മുട്ടയടിച്ച് നടക്കാൻ തുടങ്ങി. അതിൽ നിന്നൊരു റിലീഫ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. 2-2.5 വർഷമായിട്ട് നിങ്ങളെ ഞാൻ ഫോളോ ചെയ്യുന്നുണ്ട്. ഫോളോ ചെയ്യുന്നതല്ല, നിങ്ങൾ ഈ വീഡിയോസ് ഇവിടുത്തെ HNS കാര്യങ്ങളെല്ലാം ഞാൻ കറക്റ്റ് ഫോളോ അപ്പ് ചെയ്യുന്നുണ്ട്. അങ്ങനെ ഇപ്പോഴാണ് ചാൻസ് കിട്ടിയത്. അങ്ങനെ സമയമുണ്ടല്ലോ. അതെ എല്ലാത്തിനും. നിങ്ങൾ കൺസൾട്ട് ചെയ്തിട്ട് പറയാം. അപ്പോൾ ഇല്ല, ഞാൻ ഇപ്പം തന്നെ റീസെന്റ് നിങ്ങളുടെ വീഡിയോ മാത്രമേ കണ്ടിട്ടുള്ളൂ. വേറെ ഈ ട്രാൻസ്പ്ലാന്റുമായിട്ട് ബന്ധപ്പെട്ടിട്ട് നിങ്ങളുടെ വീഡിയോ മാത്രമേ കണ്ടിട്ടുള്ളൂ. നിങ്ങളുടെ ഇതൊക്കെ കണ്ടിട്ടാണ് ഞാൻ ഞാൻ എന്റെ റിസൾട്ട് സാറ്റിസ്ഫൈഡ് ആണ്. ഞാൻ എല്ലാ വീഡിയോയിലും ഈ റിസൾട്ട് കണ്ടിട്ട് തന്നെയാണ് ഞാൻ ഇപ്പൊ നേരിട്ട് കണ്ടല്ലോ. ചിലവര് പറയും വീഡിയോയിൽ കുറെ കൂട്ടി വെച്ചു. ഇപ്പൊ എന്റെ ഒരു ഭാഗ്യമാണ്, ഞാൻ ഇന്ന് വന്നപ്പോഴത്തേക്ക് നിങ്ങൾ കറക്റ്റ് ഞാൻ വന്ന് കയറുമ്പോ തന്നെ വെളുപ്പിന്റെ 4 മണിക്ക് ഞാൻ 4 മണിക്ക് നിങ്ങളുടെ വീഡിയോ കണ്ടോണ്ട്. ഏതായാലും എത്ര ഗ്രാഫ്റ്റ് കൂടെ പറഞ്ഞു? 4000 ഗ്രാഫ്റ്റ് ഇച്ചിരി കുറവാണ്. വീട് അത്യാവശ്യം ഉണ്ട്. ഡോണർ ഏരിയ ഞാൻ കാണിച്ചിരുന്നു. ഈ കഴിഞ്ഞിട്ടൊരു വീഡിയോ കിട്ടുകയാണെങ്കിൽ നമുക്ക് മുപ്പത് അയപ്പിച്ചിട്ട് അതും ഇതിൽ ആഡ് ചെയ്യാൻ പറ്റുമോ നോക്കാം. ഓക്കെ ശരി. പേടിയുണ്ടോ? ഒരു പേടിയില്ല. നിങ്ങൾ ഇവിടെ നിൽപ്പുണ്ടല്ലോ 2 വർഷമായില്ലേ. എന്താ പേരെന്താ? ബിജു. ദുബായിലാണ് വർക്ക് ചെയ്യുന്നത്. ഞാൻ വെക്കേഷൻ വന്നപ്പോൾ ചെയ്യാനും പ്ലാൻ ചെയ്തു. ഈ വീഡിയോ എപ്പോഴും കാണുമായിരുന്നു. കണ്ടാലും കുറച്ച് ഇത് തിക്നെസ് ഒക്കെ കണ്ടപ്പോൾ എന്നുള്ള ആദ്യം തൊട്ട് ഞാൻ കാണുമായിരുന്നു വീഡിയോ. ആദ്യം പോയ വഴി, തൊട്ടിപ്പോളയും പെരുവ് അതെല്ലാം നോക്കി ഞാൻ കറക്റ്റ് ആ വീഡിയോ എപ്പോഴും എടുത്ത് കൈ വെക്കുമായിരുന്നു. അങ്ങനെ ഇവിടെ ഇപ്പം വന്ന് എന്തായാലും സക്സസ് ചെയ്ത് ഫസ്റ്റ് സിറ്റിംഗ് കഴിഞ്ഞു. സെക്കൻഡ് വിളിക്കാം. ഇന്നലെ ഫസ്റ്റ് സിറ്റിംഗ് കഴിഞ്ഞു. മൊത്തം 2500 പറഞ്ഞ് മോർ കിട്ടുമെന്ന് പറഞ്ഞു. ചിലപ്പോൾ കിട്ടുകയാണെങ്കിൽ ചെയ്യാന്ന് പറഞ്ഞു. അമ്പേടിന്ന് എടുക്കേണ്ടെന്ന് പറഞ്ഞ് കുറവായതുകൊണ്ട് ഇവിടെ നിന്ന് എടുക്കാന്ന്. ഇവിടെ ആവശ്യം പോലും ഉണ്ടായിരുന്നു. നാട്ടിൽ കൊല്ലത്താണല്ലേ. അപ്പോ ഇന്ന് വേദന എന്തെങ്കിലും ഉണ്ടോ? പെയിൻ എങ്ങനെയുണ്ട്? എല്ലാവർക്കും പ്രശ്നം എന്താ വെച്ചാല് എനിക്ക് പ്രശ്നം തന്നെ ആദ്യം ഒരു കഴിഞ്ഞ ആഴ്ച വന്നിട്ട് ഞാൻ ഈ പെയിൻ്റെ ഒക്കെ ഒന്ന് കൺഫ്യൂഷൻ ആയതുകൊണ്ട് ഞാൻ പോയി. പിന്നെ ആ മെഡിക്കൽ അത് മതിയായിരുന്നു. അടുത്ത പ്രാവശ്യം വന്നിട്ട് പെയിൻ ചെറിയൊരു പെയിനേ ഉള്ളൂ, ഇൻസ്റ്റന്റ് പെയിനേ ഉള്ളായിരുന്നു ആദ്യത്തെ.
ഒരു ഇഞ്ചക്ഷൻ. അതും പക്ഷെ വലിയ pain ഇല്ല. അനസ്തേഷ്യന്റെ പെയിൻ അല്ലേ? അത് ചെറിയൊരു സൂചി കുത്തുന്നതൊക്കെ ഉള്ളൂ. അത് അതിന്റെ ഒരു പേടി എന്തായാലും ഇനി പേടിക്കണ്ട. കിടക്കുമ്പോഴൊരു പേടിയും അതിന്റെ അടിയിൽ കുത്തും കൂടി ആകുമ്പോൾ മൊത്തത്തിലൊരു അടുത്ത സെക്കൻഡ് സിറ്റിംഗ് എനിക്ക് ഈസി ആയി തോന്നിയത്. പ്രശ്നം തോന്നുന്നില്ല. പ്രശ്നം ചെയ്യാൻ കഴിഞ്ഞ് പോവായിരിക്കും. ഫുഡ് കഴിഞ്ഞിട്ട് അങ്ങോട്ട് ചെയ്യാൻ. പോകുന്ന ട്രെയിൻ ബുക്ക് ചെയ്തിട്ടുണ്ട്. ട്രാവൽ പ്രശ്നമൊന്നും ഉണ്ടാവില്ല. പ്രശ്നമൊന്നുമില്ല. ഇനി സംശയമാണ് കാർ എടുത്ത് വരണോ ഇതാക്കണോ. ഞാൻ ബസ്സിൽ വന്ന് ബസ് ചെയ്തു പോയി. പ്രശ്നങ്ങളൊന്നുമില്ല. വേറെ ഇപ്പൊ പേരും കാര്യങ്ങളൊന്നും പേടിയില്ല. ഇപ്പൊ ഹാപ്പി ആയി. ഇനി ക്രൗൺ ഏരിയ വേണമെങ്കിൽ പിന്നെ ചെയ്യാനുള്ള അതൊരു വർഷം കഴിഞ്ഞു. അങ്ങനെ 2-3 കണ്ട് നല്ല രീതിയിൽ ഞാൻ ഇപ്പൊ രണ്ടാമത്തെ സെറ്റ് ചെയ്താണ്. ഏകദേശം കുറെ പേരെ ഞാൻ കണ്ടു റിസൾട്ട് വന്നത്. ഇവിടെ വരുന്നവരുണ്ട്, GFC എടുക്കാൻ വരുന്നവരെ. സഫിയാന്റെ കൂടെ വേറൊരാളും കൂടെ ഉണ്ടല്ലോ. അവർ 2 റിസൾട്ട് രണ്ടാമത്തെ റിസൾട്ട് അത് നല്ല റിസൾട്ട് അല്ലേ? അത് മാത്രം മതി റിസൾട്ട് കാണാൻ. പിന്നെ നമ്മളെ ക്രാഫ്റ്റിന്റെ ഇതിന്റെയൊക്കെ മെയിൻ റിസൾട്ട് ആണ് നമ്മൾ കുറെ ഇതാക്കുന്നുള്ളത്. പിന്നെ നമ്മള് കേരളത്തിൽ നമ്മൾ അവിടെ നോക്കിയിട്ട് നമ്മള് എല്ലാം ക്രാഫ്റ്റ് റേറ്റും ഒരുപാടാണ്. പക്ഷെ റിസൾട്ട് സെയിം ആണ്. പിന്നെ നമ്മൾ നോക്കിയിട്ട് കാര്യമില്ല. അതുകൊണ്ടാണ് ഇങ്ങോട്ട് ആ പ്രൈസിനുള്ള റിസൾട്ട് ഉണ്ടെങ്കിൽ നമുക്ക് ചിന്തിക്കാം. അത്ര ഒരു 1.5 വർഷം കൊണ്ട് തന്നെ ഇതിന്റെ പിറക്കെ ഞാൻ സെർച്ച് ചെയ്തിട്ടാണ് ഇപ്പോഴും വന്നത്. അതെ, ഇത് ട്രാൻസ്പ്ലാന്റ് ചെയ്യാൻ പോകുന്ന അധികം എന്താണ് ഒരുപാട് സെർച്ച് ചെയ്തിട്ട് തന്നെ ചെയ്യുന്നത്. അതുകൊണ്ടാണ് നമ്മളിങ്ങനെ അപ്ഡേറ്റ് കൊടുക്കുന്നത്. അതേപോലെ നിങ്ങൾ പോലെ ചെയ്ത ആൾക്കാർ വീഡിയോ വരുമ്പോൾ അവർക്കൊരു ധൈര്യം വരിക. ആ ഒരു ധൈര്യത്തിലാണ് ആ റൂട്ടും എല്ലാം കറക്റ്റ് ഞാൻ നോക്കി അതേ ഫോളോ ചെയ്ത് വന്നതെന്ന്. അപ്പൊ എനിക്ക് ലീവ് ഇപ്പം ഒരു 2 മാസം കഴിഞ്ഞിട്ട് ഞാൻ തിരിച്ചു അവിടത്തൊന്നും ആർക്കും പറഞ്ഞിട്ടൊന്നുമില്ല. സർപ്രൈസ് തന്നെ ചെല്ലുമ്പോ 2 മാസം 2 മാസം കഴിയുമ്പോൾ ഏകദേശം ഒരു 10-15 വർഷം അവിടെ നിൽക്കുക. അപ്പൊ ഈ 2 സൈഡാണ് ഹെൽമെറ്റ് ഒക്കെ കണ്ടിന്യൂ വെക്കുന്നില്ല. അവിടെ പോയത് അവിടെ മാത്രമേ പോയിട്ടുള്ളൂ. അവിടുന്ന് ഹെൽമെറ്റ് യൂസ് ചെയ്യാറുണ്ടോ? അവിടെ ഹെൽമെറ്റ് യൂസ് ചെയ്യണം. സൈറ്റിനകത്ത് യൂസ് ചെയ്യണം. ഒരു മൈക്രോസോഫ്റ്റിന്റെ ഒരു ഓഫീസിനകത്താണ് അവിടെ വർക്ക് ചെയ്യുന്നത്. അതിനകത്തുള്ള മെയിൻ്റെനൻസ് വർക്കായിരുന്നു. ഇവിടെ ഡാറ്റ സെന്റർ ആണ്. പല മാറി വരും. പക്ഷെ എന്നാൽ അകത്ത് നമ്മൾ ഹെൽമെറ്റ് പരമാവധി യൂസ് ചെയ്യണം. പക്ഷെ ഇപ്പം ഈസി ആയി ചെയ്തപ്പോഴും പേടിയ ഭയമൊക്കെ മാറി വിടും. അത്രേ ഉള്ളൂ. ചെറിയൊരു സർജറി എന്ന് പറയാനില്ല. തൊഴിലിന്റെ പുറത്ത് ചെയ്യുന്ന ഒരു സംഭവം. വീട്ടിൽ എല്ലാവർക്കും ഒരു പേടിയായിരുന്നു. അത് കഴിഞ്ഞ വർഷം ഞാൻ പറയാതായിരുന്നു വന്നത്. പക്ഷെ ഇപ്പൊ എല്ലായിടത്തും പറഞ്ഞ് അവരും പ്രോത്സാഹിപ്പിച്ചു. ഇപ്പം ചെയ്യാൻ കുഴപ്പമില്ല. ഇപ്പൊ കോമൺ ആയി. ഇതിന് ഇഞ്ചക്ഷൻ ഒരു പേടി ഉണ്ടായിരുന്നു. വീട്ടുകാർക്ക് അറിയാം. അപ്പം ഞാൻ ഇപ്പൊ ഇതൊക്കെ ഞാൻ ഫോട്ടോ ഒക്കെ ഇട്ട് കുഴപ്പമില്ല ഓക്കെ എന്ന് പറഞ്ഞു. പിന്നെന്ന് പറഞ്ഞാല് ഇത് ഇല്ലാത്തവർക്ക് അറിയുള്ളതിന് ബുദ്ധിമുട്ട്. മറ്റുള്ളവരോട് ഇത് പറയുമ്പോ അവർക്ക് എന്തോ ഒരു സംഭവം ചെയ്യുന്നു വെറുതെ വേണ്ടെന്നേ പറയുള്ളൂ. ഏറ്റവും വിഷം നമുക്കറിയാം. ഇല്ലാത്ത ടൈമിൽ അറിയുള്ളൂ. ഏതെങ്കിലും റിസൾട്ട് വന്നിട്ട് ഫോട്ടോ അയച്ചിട്ടുണ്ട്. ഞാൻ അയച്ചുതരാം. ഞാൻ അതിനകത്ത് നമ്മൾ കോൺടാക്ട് ഉണ്ട്. ഞാൻ അയച്ചു കൊടുക്കാം എന്തായാലും. ശരി. റിസൾട്ട് ഓക്കെ. താങ്ക് യു.